ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരമുണ്ടേ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കട്ടെ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാമേ. ഇന്നത്തെ അപ്ഡേറ്റ്സ് മെയിൻ ആയിട്ട് പറയാനുള്ളത് പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ ആണ് കേട്ടോ. പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു മാൻ പവർ റിക്രൂട്ടിംഗ് ഏജൻസിയാണ്. അവരുടെ വെബ്സൈറ്റിൽ അവർ ഒരുപാട് വേക്കൻസീസ് പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഒരു ഫാർമസി ടെക്നീഷ്യന്റെ വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഒക്ടോബർ 2-ാം തീയതിയാണ് അവർ അവരുടെ സൈറ്റിൽ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഫാർമസി ടെക്നീഷ്യന്റെ ഒരു വേക്കൻസി അതവര് വ്യൂ ഹോസ്പിറ്റലിലേക്കാണെന്നാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ഇതിന്റെ അകത്ത് ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസിയാണ് കേട്ടോ. നോർമലി ഡിപ്ലോമ ഇൻ ഫാർമസി മതി ഫാർമസി ടെക്നീഷ്യന്, പക്ഷെ ഇവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ഫാർമസിയാണ് കേട്ടോ. അതുപോലെ തന്നെ 5 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അതിൽ 1 വർഷം GCCയിൽ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വ്യൂ ഹോസ്പിറ്റലിലേക്കാണ് അവരിത് ഇട്ടിരിക്കുന്നത്. കുറച്ച് കൂടുതൽ റിക്വയർമെന്റ്സ് ഒക്കെ അവർ അതിന്റെ സൈറ്റിൽ പറയുന്നുണ്ട്. അതായത് ഫാർമസി ഇൻഡസ്ട്രിയിലുള്ള നോളജ്, ഫാർമസി സോഫ്റ്റ്വെയറിലുള്ള നോളജ്, ERP നോളജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പൊ ഫാർമസി ടെക്നീഷ്യന്റെ ജോബ് നോക്കുന്നവരൊക്കെ പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ ഗ്രൂപ്പ്, പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ് എന്ന് പറഞ്ഞ റിക്രൂട്ടിംഗ് ഏജൻസിയുടെ സൈറ്റ് വിസിറ്റ് ചെയ്യാം. അതിൽ കിടപ്പുണ്ട് കേട്ടോ ഫാർമസി ടെക്നീഷ്യന്റെ വേക്കൻസി. അതുപോലെ തന്നെ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഒരു വേക്കൻസി അവര് സെപ്റ്റംബർ 22-ാം തീയതി പബ്ലിഷ് ചെയ്തതാണ് കേട്ടോ. അത് സാക് ഹെൽത്ത് കെയർ ആണ് ലബോറട്ടറി ടെക്നീഷ്യന്റെ കേട്ടോ. അതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിച്ചിരിക്കുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ ക്ലിനിക്കൽ ലബോറട്ടറി ഓർ റെനി റിലേറ്റഡ് ഫീൽഡ് ആണ്. അപ്പം ലബോറട്ടറിയിൽ ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് 6 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. 2 വർഷം GCC എക്സ്പീരിയൻസ് അവർ അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് റിക്വയർമെന്റ്സ് ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പൊ ലബോറട്ടറി ടെക്നീഷ്യന്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ ബാച്ചിലർ ഡിഗ്രി ഉള്ളവരൊക്കെ പവർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുക കേട്ടോ. വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് 22 സെപ്റ്റംബറിനാണ് കേട്ടോ. അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാം എന്നാണെന്ന്. ഫിസിയോതെറാപ്പിയുടെ വേക്കൻസി അവര് സെപ്റ്റംബർ 25-ാം തീയതി ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. ഒക്ടോബർ 2-ാം തീയതി 2 ദിവസം മുമ്പ് അവരൊരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ റിക്വയർമെന്റ്സ് അവർ പറയുന്നത് ബാച്ചിലർ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി ഇൻ ഫിസിയോതെറാപ്പി പ്ലസ് 4 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ അവർ ചോദിക്കുന്നത്. അപ്പൊ ഖത്തറിൽ ജോലി നോക്കുന്ന ആൾക്കാർ, ഇത് കൊറിയൻ മെഡിക്കൽ സെന്ററിലേക്കാണ് അവർ വേക്കൻസി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഫിസിയോതെറാപ്പിയിലെ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉള്ള ആൾക്കാര്, എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാര് പവർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ 2 വേക്കൻസി അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫിസിയോതെറാപ്പിസ്റ്റിന്. ഒന്ന് സെപ്റ്റംബർ 25-നാണ് ഒരെണ്ണം അവരിട്ടിരിക്കുന്നത് കേട്ടോ. അതിന്റെ എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ബാച്ചിലർ ഡിഗ്രി തന്നെയാണ് പറയുന്നത്. അതിന്റെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പോ ഫിസിയോതെറാപ്പിസ്റ്റിന് 2 ഓപ്പണിംഗ്സ് പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഒന്ന് ഒക്ടോബർ 2-ാം തീയതിയും ഒന്ന് സെപ്റ്റംബർ 25-ാം തീയതിയും. അപ്പൊ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോലി നോക്കുന്നവര് പവർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സിന്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അതുപോലെ അതിന് അവർ ചോദിക്കുന്ന റിക്വയർമെന്റ്സ് ഒക്യുപേഷണൽ തെറാപ്പിയിൽ ഡിഗ്രി പ്ലസ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലിബോട്ടോമിസ്റ്റിന്റെ വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് കൊറിയൻ മെഡിക്കൽ സെന്ററിലേക്കാണ്. അതിന് അവർ ചോദിച്ചിരിക്കുന്നത് ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി ഇൻ റിലേറ്റഡ് ഫീൽഡ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് 2 വർഷത്തെ എക്സ്പീരിയൻസ്. അപ്പോ ഇതുപോലെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ മാച്ച് ആയിട്ടുള്ള ആൾക്കാര്, ജോലി നോക്കുന്ന ആൾക്കാര് പവർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് സൈറ്റ് വിസിറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നഴ്സസിന്റെ വേക്കൻസി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നഴ്സസിന്റെ ഒത്തിരി സ്പെഷ്യാലിറ്റി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാമേ. നഴ്സസിന്റെ ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ്
ട്രെയിനിങ് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേക്കൻസി ഇട്ടിട്ടുണ്ട്. അത് സെപ്റ്റംബർ 21 ഇട്ടതാണ് കേട്ടോ അവര്. അതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലർ ഡിഗ്രി നഴ്സിംഗ് ആണ്, പ്ലസ് 3 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. മൊത്തം 8 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 3 വർഷം GCCയിലെ എക്സ്പീരിയൻസ്, നേഴ്സ് ട്രെയിനിങ് ആണ് കേട്ടോ. അതാണ് ആ പോസ്റ്റിന്റെ പേരും അങ്ങനെ തന്നെയാണ്. ഓറിയന്റേഷൻ ആൻഡ് ട്രെയിനിങ് നഴ്സിംഗ് എഡ്യൂക്കേറ്റർ എന്നാണ് ആ പോസ്റ്റിന്റെ പേര് കേട്ടോ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഒക്ടോബർ 2 അവര് ക്ലിനിക്കൽ നേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പണിങ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ BSc നഴ്സിംഗോ ഡിപ്ലോമ ഇൻ നഴ്സിംഗോ ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ബാച്ചിലർ ഇൻ നഴ്സിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. എക്സ്പീരിയൻസ് 10 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. GCCയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അത് ഓപ്പണിങ്സ് എവിടേക്കാണെന്ന് ചോദിച്ചാല് EWS എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ക്ലിനിക്കൽ നഴ്സിന്റെ വേക്കൻസിയാണ്. അതുപോലെ തന്നെ വേറെ ക്ലിനിക്കൽ നഴ്സിന്റെ ഒരുപാട് വേക്കൻസീസ് അവരുടെ സൈറ്റിൽ കാണാം. ഇന്നലെയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കൽ നഴ്സിന്റെ വേക്കൻസി. ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിപ്ലോമയോ ബാച്ചിലറോ ഒക്കെ കഴിഞ്ഞ നഴ്സസിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഒരുപാട് വേക്കൻസീസ് ഉണ്ട് നഴ്സസിന്റെ അവരിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നഴ്സസിന്റെ ജോബ് നോക്കുന്നവരും ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ജോബ് നോക്കുന്നവരും ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫാർമസി ടെക്നീഷ്യൻ, ഫ്ലിബോട്ടോമിസ്റ്റ്, അതുപോലെയുള്ള ലബോറട്ടറി ടെക്നീഷ്യൻ, അങ്ങനെയുള്ള ജോബൊക്കെ നോക്കുന്നവര് പവർ ഇന്റർനാഷണൽ ഹോൾഡിംഗ്സ് എന്ന് പറഞ്ഞ മാൻപവർ ഏജൻസിയാണ്. അവരുടെ സൈറ്റ് വിസിറ്റ് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ അപ്ലൈ, വിൻ ആൻഡ് എൻജോയ്. താങ്ക് യു സോ മച്ച്.